നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ തോട്ട്സും നിങ്ങളുടെ തോട്ട്സും എൻറ്റയർലി ഡിഫറെന്റ് ആണോ? എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ബോയ്സിന്റെയും ഗേൾസിന്റെയും തോട്ട്സ് ഡിഫറെന്റ് ആകുന്നത്? ഇതൊരു വലിയ പ്രശ്നമല്ല, ചെറിയ നാച്ചുറൽ ഡിഫറൻസ് മാത്രമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, അതായത് സംസാര രീതിയിലുള്ള വ്യത്യാസം. പൊതുവെ ഗേൾസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫീലിംഗ്സും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ്. അത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറായിട്ട് കണക്ട് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. പക്ഷെ ബോയ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീലിംഗ്സ് അത്ര പെട്ടെന്ന് ആരായിട്ടും ഷെയർ ചെയ്യില്ല. അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ഫുള്ള് അവർ സെൽഫായിട്ട് തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പില് ഗേൾ ആൻഡ് ബോയ് ഉണ്ട്. അപ്പൊ ഗേള് പോയിട്ട് ബോയിനോട് എന്തെങ്കിലും പ്രോബ്ലംസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഡൻലി ബോയ് എന്ത് ചെയ്യും? ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കൊടുക്കും. ബട്ട് ആക്ച്വലി ആ ഗേളിന് തന്നെ അറിയാം എന്താണ് സൊല്യൂഷൻ വേണ്ടത് എന്നുള്ളത്. അവര് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഒരു പാമ്പറിങ്ങിന് വേണ്ടിയിട്ടും ആയിരിക്കും പാർട്ട്ണറിന്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുന്നത്. ബട്ട് ആ സമയത്ത് സൊല്യൂഷൻ കിട്ടുമ്പോൾ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ആ റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. ദെൻ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ഗേൾസ് അവരുടെ ഫീലിംഗ്സിനെ ഇമോഷൻസിനെ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് അവർക്ക് ലവും കെയറും അറ്റൻഷനും എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ബോയ്സിന് ലവും കെയറും ഇല്ലാന്നല്ല കേട്ടോ, പക്ഷെ പൊതുവെ അവരത് എക്സ്പ്രസ് ചെയ്യാറില്ല. ഒരു ഷൈ ടൈപ്പ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക.